ഹലോ, രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാണ്. ഇത്രയും ദിവസം എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം 5ഉം 6ഉം ഒക്കെ വീതം നമ്മുടെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലോങ് വീഡിയോയും കൂടെ എനിക്ക് പറ്റുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താ വന്നിരുന്ന് നമ്മൾ വീട്ടിലെ പഞ്ഞം പറയുമെന്ന് പറയത്തില്ലേ, പക്ഷേ ഇത് എൻ്റെ കാര്യം നിങ്ങളോടും കൂടെ പറയണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. 11 വർഷങ്ങൾക്ക് ശേഷം ഈ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന കണ്ട് ഞാൻ വിചാരിച്ചു നശിച്ചു പോയെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, ഒന്നും പറ്റിയില്ല. 11 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട് ഹസിയെ കാണാൻ പോകാം. ഞങ്ങൾ കോളേജ് മേറ്റ് ആയിരുന്നു. അതുപോലെ എൻ്റെ ചങ്കും ചങ്കിടിപ്പും ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അവളിവിടെ എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വരുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയാണ് പോയത്. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റിൽ അതൊന്നും നടന്നില്ല. പിന്നെ തൽക്കാലം യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ വരാൻ അവൾക്ക് താല്പര്യവുമില്ല. അവളുടെ ആ ഒരു പേഴ്സണൽ കാര്യം നമ്മൾ മാനിക്കണ്ടേ. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പഴയ കോളേജ് ലൈഫിൽ എനർജിയൊക്കെ വന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുത്ത് എന്തിനാണെന്നറിയോ? ഈ ഇരിക്കുന്ന ആളുടെ ബർത്ത്ഡേ ആണ്, നമ്മുടെ സ്മേരയുടെ. കോളേജ് ലൈഫ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി കഴിഞ്ഞു, പിന്നെ എനിക്ക് ആ ഒരു കോളേജിൻ്റെ വൈബ് കിട്ടിയത് ഇവളെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഇന്ന് ആളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. പല കാര്യങ്ങളും ഒരുമിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഇതിപ്പം നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിന് തമ്മനത്തൊരു ക്ലിനിക്ക് ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു മുറി ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇടിച്ചു കയറി അവിടെ PT പ്രോഗ്രാമിൻ്റെ ഡാൻസ് പ്രാക്ടീസ് നടത്തുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ് സൂര്യ. ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ആളെ ഡാൻസിന് എടുത്തേക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് പേഷ്യൻസ് വരുമ്പം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ക്ലിനിക്കിൻ്റെ സൈഡിലുള്ള റൂമിലാണ് നമ്മുടെ പ്രാക്ടീസൊക്കെ നടക്കുന്നത്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി പിള്ളേരുമായിട്ട് സ്മേരയുടെ വീട്ടിൽ പോയി. അവിടെ ചെല്ലുന്നതിന് നമുക്ക് വിളിയോ പറച്ചിലോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ സ്മേരയുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ട് സ്മേര വിളിച്ചില്ലല്ലോ എന്ന് കരുതി പോകാതിരിക്കുകയല്ലേ, ഇടിച്ച് എറിയങ്ങി ചെല്ലും. വന്നപ്പോൾ മൂഡ് ഓഫ് ആയിരുന്ന സ്മേരെ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര ഓണാക്കി. എന്തായാലും സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കേക്ക് അവൾ തന്നെ അങ്ങ് കഴിച്ചു. ഈ സമയത്ത് ഞാൻ മിയയുടെ എക്സ്പ്രഷനാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അവൾ വായും പൊളന്ന് നിൽക്കുന്നു, ഇതെന്താ ഇങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വേണമെന്ന്. ഇത് കഴിഞ്ഞ് പതിവ് പോലെ എല്ലാവരും സ്മേരയ്ക്ക് കേക്ക് കൊടുത്തു. സ്മേര എല്ലാവർക്കും തിരിച്ച് കേക്ക് കൊടുത്തു. ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നന്ദികയാണ്. ഈ ഒരു കേക്ക് കട്ടിങ് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഉറങ്ങാൻ പോയ ആളാണ് ഈ എണീറ്റ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ സ്മേര ആൻറ്റി എന്നും പറഞ്ഞ് നല്ല പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എറണാകുളത്ത് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ 2 ഫ്രണ്ട്സാണ് ദിവ്യ സ്മേര. അതായത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളത്. തമാശയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും പറഞ്ഞു തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. ബൈ.